അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 2022 താരീഖിൻ്റെ ചോദ്യങ്ങൾ, അർദ്ധവാർഷിക പരീക്ഷ. നമ്മൾ ഫിഖ്ഹും തസ്കിയും വായിച്ചിരുന്നു. താരീഖ് ഒന്ന് പരിശോധിക്കാം. കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. 1. ഉമർ റളിയല്ലാഹു അൻഹു ജനന സ്ഥലം ഏതാണ്? ബൈത്തുൽ മഖ്ദിസ്, മക്കത്തുൽ മുക്കറമ, മദീനത്തുൽ മുനവ്വറ. എവിടെയാണ്? 2. മഹാന്മാരെ മുൻനിർത്തി തവസ്സുൽ പ്രാർത്ഥന നടത്തൽ ബിദ്അത്ത്, ശിർക്ക്, സുന്നത്ത്. 3. ഫത്ഹുൽ ഫുതു എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധം നഹാവന്ത്, മദായിന്, ഖാദിസിയ. 4. യർമൂക്ക് കീഴടക്കിയ സർവ്വസൈന്യാധിപൻ അംറുബ്നുൽ ആസ്, ഖാലിദ് ബിനുൽ വലീദ്, അബൂബൈദത്ത് ബിനുൽ ജറാഹ്. 5. പാശ്ചാത്യ റോമിൻ്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ, റോമാപട്ടണം, മദായിൻ പട്ടണം. 6. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇറാഖിലേക്ക് സൈന്യങ്ങളെ അയച്ച വർഷം ഹിജ്റ 14, ഹിജ്റ 12, ഹിജ്റ 13. ചേരുംപടി ചേർക്കുക. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം പലസ്തീനിൻ്റെ തലസ്ഥാനം. 9. മുസൈലിമത്തുൽ കദ്ദാബ് നബിയാണെന്ന് വാദിച്ചു. 10. പൗരസ്ത്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. 11. പ്രവാചകത്വവാദിയായ തുലൈഹത്തിനെ പരാജയപ്പെടുത്തിയ സ്ഥലം. അതിൻ്റെ ഉത്തരങ്ങൾ ഇപ്പറുണ്ട്: ബുസാഖ, കോൺസ്റ്റാന്റിനോപ്പിൾ, മദായിന്, ബൈത്തുൽ മഖ്ദിസ്, യമാമ. അത് ശരി കണ്ടെത്തി അടയാളപ്പെടുത്താം. ഇനി പൂരിപ്പിക്കാനാ 12 മുതൽ. ഹിജ്റ ഡാശാം വർഷം റബീഉൽ അവ്വൽ 12-ന് നബി വഫാത്തായി. ഹിജ്റ എത്രാം വർഷമാണ്? ഇനി 13. ഖിലാഫത്തിൻ്റെ സുവർണ്ണകാലം ഏകദേശം ഡാഷ് വർഷമാണ്. എത്ര വർഷമെന്ന് എഴുതാം. 14. ഒന്നാം ഖലീഫയുടെ ഭരണം ഡാഷ് വർഷവും 3 മാസവും 10 ദിവസവുമാണ്. എത്ര വർഷമാണെന്നല്ലേ? 15. യർമൂക്കിൽ റോം സൈന്യത്തിൻ്റെ എണ്ണം ഡാഷ് 40,000 ആയിരുന്നു. എത്ര 40,000? 1,00,000 ആണോ 2,00,000 ആണോ എന്നൊക്കെയാണ് അല്ലേ? 16. അബൂബക്കർ റളിയല്ലാഹു അൻഹു അറബ് നാടുകളെ ഡാഷ് സംസ്ഥാനങ്ങളാക്കി തിരിച്ചു. എത്ര സംസ്ഥാനങ്ങളാക്കി തിരിച്ചത്? 17. നുബുവത്തിൻ്റെ ഡാഷ് വർഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത്. എത്രാം വർഷം? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18 മുതൽ. ഹിംസ് കീഴടക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു നിയോഗിച്ച സൈന്യാധിപൻ. 19. അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്. 20. നബിക്ക് ശേഷം ഖലീഫയാകേണ്ടത് അലി റളിയല്ലാഹു അൻഹു ആണെന്ന് വാദിച്ച വിഭാഗം. 21. ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്ന പേര് സ്വീകരിച്ച ഖലീഫ. 22. ഉമർ റളിയല്ലാഹു അൻഹുവിനെ സഹോദരിക്കും ഖുർആൻ പഠിപ്പിച്ച സഹാബി ആരാ? ഉമർ റളിയല്ലാഹു അൻഹുവിനും സഹോദരിക്കും ഖുർആൻ പഠിപ്പിച്ച സഹാബി. 23. ഖാദിസിയയിൽ മുസ്ലിം സൈന്യാധിപൻ. ഖാദിസിയയിലെ മുസ്ലിം സൈന്യാധിപൻ ആരായിരുന്നു? ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാൻ. 24. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരം അനുദിനം ശോഷിച്ചു കൊണ്ടിരുന്നു. എന്താ അതിൻ്റെ കാരണം? 25. ഉമർ റളിയല്ലാഹു അൻഹു ഏതൊക്കെ യോഗ്യതകളോടെയാണ് വളർന്നു വന്നത്? 26. ഞാൻ തിന്മ ചെയ്താൽ നിങ്ങൾ എന്നെ നേരെയാക്കണം, ആര് എപ്പോൾ പറഞ്ഞു? 27. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിൻ്റെ മുഖമുദ്ര എന്തായിരുന്നു? 28. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിശ്വാസദാർഢ്യത്തെക്കുറിച്ച് ദൃഢതയെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? 29. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്ന് എഴുതുക. 30. പ്രവാചകത്വവാദികളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യാനുള്ള കാരണമെന്താ? 31. ഉമർ റളിയല്ലാഹു അൻഹു കീഴടക്കിയ രാജ്യങ്ങൾ ഏതെല്ലാം? ഇനി 32, 3 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാണ്. ഉദാരമതിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ 23 നഹാവന്ത് യുദ്ധം. ഇൻഷാ അല്ലാഹ് ഇത് ചോദ്യോത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുക. അറിയില്ലെങ്കിൽ ടെക്സ്റ്റിൽ നോക്കി കണ്ടുപിടിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.